ഹലോ സാറേ, പറഞ്ഞോളൂ. സ്മിതയാണ്. വിസ്മയ ഏജൻസീസ്. സാറ് നമുക്ക് ആദ്യം തന്നെ ആദ്യം ഒരു കസ്റ്റമറെ തന്നു, രണ്ടാമതൊരു കസ്റ്റമറെ തന്നു, മൂന്നാമത്തെ 3 കസ്റ്റമറെയാണ് തന്നത്. ഉവ്വ. അതിൽ 3 പേരെയും വിളിച്ച് കോൺടാക്ട് ചെയ്തായിരുന്നു. ആദ്യത്തെ ആള് ഒരു മരണവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. അതുകൊണ്ട് പിന്നീട് സംസാരിക്കാന്ന് പറഞ്ഞു. അത് നമ്മള് ഉവ്വ. പിന്നത്തേന് മാറ്റി വെച്ചു. പിന്നെ രണ്ടാമത് വന്ന കസ്റ്റമറിനെ വിളിച്ചു. ആ കസ്റ്റമറിന് പേപ്പർ എടുക്കാൻ താല്പര്യമുണ്ട്, ബാഗ് എടുക്കാൻ താല്പര്യമുണ്ട്. പക്ഷെ ആ സാറിന് സൈസിനെ കുറിച്ച് വ്യക്തമായിട്ടൊരു ധാരണയില്ല. അപ്പൊ നമുക്ക് അങ്ങനെ ഉള്ളപ്പോ എങ്ങനെയാണ് നമ്മൾ വില പറയുന്നതെന്ന് ഉള്ള ഒരു കൺഫ്യൂഷൻ നിൽക്കുകയാണ്. ഉവ്വ. പിന്നെ മൂന്നാമത് വന്ന കസ്റ്റമർ ഏകദേശം അടുത്ത് വന്നിട്ടുണ്ട്. ഓക്കെ. പ്രിന്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് കസ്റ്റമർ തിങ്കളാഴ്ചത്തേന് അഡ്വാൻസ് തരാന്നൊക്കെയാ പറഞ്ഞത്. ഉവ്വ. അഡ്വാൻസ് തന്നില്ല. തിങ്കളാഴ്ചത്തേന് തരൂ എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ. അതാണ് എന്റെ എക്സ്പീരിയൻസ്. പിന്നെ ഒരു കസ്റ്റമറേയും കൂടെ തന്നായിരുന്നു, കോട്ടയത്തുള്ള ഒരു കസ്റ്റമറെ തന്നായിരുന്നു. ആ ടോട്ടൽ കസ്റ്റമറെ മാഡത്തിന് 4 കസ്റ്റമർ അല്ലേ ടോട്ടൽ മാഡത്തിന് കിട്ടിയത്? 4 കസ്റ്റമറെയാണ് തന്നെ. ഓക്കെ. അപ്പൊ ഒരു കസ്റ്റമറും കൂടെ ഉണ്ടായിരുന്നു, കോട്ടയത്ത് അടുത്ത 15-ാം തീയതി ഓപ്പൺ ചെയ്യുന്ന ഒരു ഷോപ്പിന്റെ. ആ കസ്റ്റമർ നേരിട്ട് ഡെമോ ബാഗ് കൊണ്ട് കാണിക്കാവോന്ന് ചോദിച്ചു. നമുക്ക് പോയി വരാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ പിക്ചർ അയച്ചു കൊടുത്തു. പക്ഷെ ഇപ്പം വേണ്ടെന്നാണ് പറഞ്ഞത്. ഇനി നമ്മള് ഡെമോ ബാഗ് കാണിക്കാത്തത് കൊണ്ടാണോന്നറിയില്ല. പിന്നെ ഞാൻ ഓർത്തു ഈ ഒരാഴ്ചയല്ലേ സമയമുള്ളൂ. ആ സമയം കൊണ്ട് നമുക്കൊരു 1000 ബാഗിന് ഓർഡർ വന്നാൽ പോലും നമുക്ക് ചെയ്തു കൊടുക്കാനും പറ്റില്ല. അങ്ങനെ ഒരു ഇതുകൊണ്ട് പിന്നെ ഞാൻ നേരിൽ പോകാനുള്ള ബുദ്ധിമുട്ടും കൊണ്ടും അതങ്ങ് ഒഴിവാക്കി. ഒഴിവാക്കിയെന്ന് വെച്ചാ എന്തോ അത് ഓക്കെ. മാഡം അതിലെ ആദ്യത്തെ 1-2 കസ്റ്റമേഴ്സ് എന്താ മാഡത്തിന്റെ അടുത്ത് പറഞ്ഞിരുന്നത്? ആദ്യത്തെ കസ്റ്റമർ നമ്മളോട് സഹകരിക്കാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ശകലം ബിസി ആയിരുന്നു. ആദ്യം വിളിച്ചപ്പം ക്രിസ്മസിന്റെ തിരക്കൊക്കെ ആയതുകൊണ്ട് ശകലം ബിസി ആയിരുന്നു. പിന്നീട് സംസാരിക്കാന്ന് പറഞ്ഞായിരുന്നു. പിന്നീട് സംസാരിച്ചപ്പം ആദ്യം 1-2 കസ്റ്റമർ അങ്ങനെയാ പറഞ്ഞത്. നമുക്ക് ശകലം തിരക്കാണ്, പിന്നെ നമുക്ക് സംസാരിക്കാന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് ഒരാഴ്ച കഴിഞ്ഞ് പിന്നെ നമ്മൾ വിളിച്ചപ്പോൾ ആദ്യത്തെ കസ്റ്റമറിന്റെ അച്ഛൻ മരിച്ചുപോയി എന്ന് പറഞ്ഞ് ആ സിറ്റുവേഷനിൽ നിൽക്കുവാണ്, നമുക്ക് പിന്നെ സംസാരിക്കാന്ന് പറഞ്ഞു. പിന്നെ അടുത്ത കസ്റ്റമറെയാണ് നമ്മൾ വിളിച്ചത്. അത് ഹാർഡ്വെയർ ഷോപ്പിലെയാണ്. ആ ഹാർഡ്വെയർ ഷോപ്പിലെ ആ സാറിന് ബാഗിന്റെ സൈസ് ഒന്നും അറിയില്ല. പേപ്പർ വേണം, ബാഗ് വേണം, വില പേശുന്ന കസ്റ്റമറാണ്. ക്വാളിറ്റി ഉള്ള ബാഗ് വേണം താനും, ഒത്തിരി വിലയും പാടില്ല. അങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പൊ ഞാൻ ഒരു റേറ്റ് അങ്ങ് പറഞ്ഞിട്ടില്ല. എത്രയാന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞിട്ട് ഒരു ജസ്റ്റ് ഊഹം വെച്ചൊരെണ്ണം പറഞ്ഞു. പക്ഷെ കസ്റ്റമറിന് അത്രയും വലിയ വിലയിലെ ബാഗ് വേണ്ടാന്ന് പറഞ്ഞു. 13 രൂപ 35 പൈസയുടെ ഒരു ബാഗ് ഞാൻ പറഞ്ഞായിരുന്നു. ഏകദേശം ഒരു 10, 8, 4 ഗസറ്റ് വരുന്ന ഒരു ബാഗ് പറഞ്ഞായിരുന്നു. അത് പക്ഷെ അതിന് അത്ര റേറ്റ് വരുന്നതാണ്. അതുകൊണ്ട് പിന്നെ സൈസും അറിയത്തില്ലാത്തത് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൺഫ്യൂഷൻ നിൽക്കുക. പ്രിന്റഡ് ബാഗ് ആണ് സാറിന് വേണ്ടത്. അങ്ങനെയാണ്. മാഡം, അപ്പോ മാഡത്തിന്റെ ഡീറ്റെയിൽസ് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഒരൊറ്റ കോമൺ ആയിട്ടുള്ള ഒരു ആൻസർ ഞാൻ തരാം. അടുത്ത ആള്. സാർ, ഞാൻ ട്രിവാൻഡ്രത്തുനിന്ന് ശൈലജയാണ്. എനിക്ക് 2 കസ്റ്റമറെയാണ് കിട്ടിയത്. ആദ്യത്തേത് നെയ്യാറ്റിൻകര ബിജു കൈരളി എന്ന് പറഞ്ഞ കസ്റ്റമർ. ആ കസ്റ്റമറെ നമ്മൾ വിളിച്ചിരുന്നു. വിളിച്ചപ്പോ പുള്ളിക്ക് ബാഗ് വേണം, പക്ഷെ അവർക്ക് അത്രയും കടയിൽ സെയിൽ ഇല്ലാത്തത് കൊണ്ട് 500 ബാഗ് വേണ്ട എന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞ 500 ബാഗ് ഉണ്ടെങ്കിലേ നമുക്കത് ഓഫ്സെറ്റ് പ്രിന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ കുറഞ്ഞത് 500 എങ്കിലും വേണം സാർ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ഞാൻ ഈ മാസം നോക്കിട്ട്, ഡിസംബർ നോക്കിയിട്ട്, സെയിൽ നോക്കിയിട്ട് ജനുവരിയിൽ പറയാന്ന് പറഞ്ഞു. ഇപ്പൊ ഞാൻ വീണ്ടും സാറിനെ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് വിളിച്ചപ്പോ കിട്ടിയില്ല. പിന്നെ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു വാട്സപ്പില്. മെസ്സേജ് ഇട്ടത് സാർ കണ്ടു, പക്ഷെ മറുപടി ഒന്നും ഇതുവരെ ഇട്ടിട്ടില്ല. പിന്നെ രണ്ടാമത്തെ കസ്റ്റമർ നമ്മുടെ മേനംകുളത്തുള്ള ബൂർജ് റെസിഡൻസി ഹോട്ടലിലെ ബിരിയാണി ബോക്സിന്റെ അത് 3 ടൈപ്പ്, ഒരു കണ്ടെയ്നർ കൊള്ളുന്ന ബോക്സ് ബാഗ്, 3 കണ്ടെയ്നറിന്റെ, 5 കണ്ടെയ്നറിന്റെ.
അപ്പൊ അത് നമ്മൾ ഏകദേശം വിലയിട്ട് കൊടുത്തിരുന്നു. അപ്പൊ ആ മാഡം നോക്കിയിട്ട് പറഞ്ഞത് അവർക്ക് ബഡ്ജറ്റ് അത് കൂടിപ്പോയി എന്ന്. ബഡ്ജറ്റ് എന്ന് വെച്ചാൽ ഒരു ബിരിയാണി അവര് കൊടുക്കുന്ന സെയിലും ആ ഏരിയയും വെച്ചിട്ട് വരുമ്പോ അവര് ബാഗും കൂടെ ചേരുമ്പോ അവർക്കത് കൂടുതലാവുന്നു എന്നാണ്, ബഡ്ജറ്റ് കൂടുന്നു എന്നുള്ളതാണ് അഭിപ്രായം. ഓക്കെ, അതെ, അങ്ങനെ പറഞ്ഞു. ശരി. അപ്പൊ മാഡം ഞാൻ ചോദിച്ചോട്ടെ, ഈ രണ്ട് കസ്റ്റമറെ ഡീൽ ചെയ്തതിൽ മാഡം മാഡത്തിന്റെ ഒരു എക്സ്പീരിയൻസ്, ഇപ്പൊ അവരെന്താണ് പറഞ്ഞതെന്നുള്ളത് പറഞ്ഞു. മാഡത്തിന് എന്ത് തോന്നുന്നു ഈ രണ്ട് കസ്റ്റമറെ ഡീൽ ചെയ്തപ്പോ? കസ്റ്റമറില് രണ്ടാമത്തെ കസ്റ്റമർക്ക് ബാഗ് കുറച്ചുകൂടെ റേറ്റ് കുറച്ച് വേണം എന്നുള്ള ഒരു രീതിയാണെന്ന് തോന്നുന്നു. എന്റെ ചോദ്യം അതല്ല, അതായത് ഇപ്പൊ നമ്മള് രണ്ട് കസ്റ്റമറിനെയാണ് മാഡത്തിന് വിളിക്കാനായിട്ട് പറ്റിയത്. ഈ രണ്ട് കസ്റ്റമറെ മാഡം വിളിച്ച സമയത്ത് വിളിക്കുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന മാഡത്തിന്റെ സിറ്റുവേഷൻ, വിളിച്ചതിന് ശേഷം അങ്ങനെ അല്ല സാർ, എനിക്ക് ആ പേടിയൊക്കെ അങ്ങ് മാറി. നമുക്ക് സ്വന്തമായിട്ടൊരു ഊഹമൊക്കെ കിട്ടി. ഇങ്ങനെ എന്താണ്, മറ്റേത് നമുക്ക് ഒന്നും അറിയില്ല, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഒരു ബാഗ് നമ്മൾ തനിയെ ഒരു അളവ് കണ്ടുപിടിച്ചു. അങ്ങനെ നമുക്ക് ചെയ്യാൻ ഒരു ഇത് വന്നു കഴിഞ്ഞു, ഒരു ഉറപ്പ്. ഇന്നത് ഒക്കും, കുറച്ചൊക്കെ ഏകദേശം 50% നമ്മൾ റെഡി ആയി എന്നുള്ളതാണ് തോന്നുന്നത്. 10-ൽ എത്ര മാർക്ക് കൊടുക്കാം? 6 സംസാരിക്കുന്ന ആൾ മാത്രം ഒന്ന് അൺമ്യൂട്ട് ചെയ്യണം, എല്ലാവരും മ്യൂട്ട് ആക്കണേ. ആരുടെയോ ഇത് ഭയങ്കര സൗണ്ട് വരുന്നുണ്ട്. നിഷ മാഡത്തിന് എന്ത് തോന്നുന്നു? 6 മാർക്ക് കൊടുക്കാം. 6 മാർക്കിൻ്റെതേ ആയുള്ളൂ. 10-ൽ 6 മാർക്ക് അല്ലേ? ശരി. ഒരാള് നേരത്തെ സ്മിത മാഡത്തിന്റെ അടുത്ത് ഞാൻ ചോദിച്ചില്ല, അത് ഞാൻ വിട്ടുപോയി. മാഡത്തിന് എന്ത് തോന്നുന്നു? ആരോടാ ചോദിക്കണം? മാഡം ഒന്ന് അൺമ്യൂട്ട് ചെയ്യാമോ? ഞാൻ വരാം. ഓക്കെ. ഹലോ, സ്മിത മാഡത്തിന്റെ അടുത്ത് നേരത്തെ സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഹലോ സാറേ, എന്നോടാണോ? അതെ അതെ മാഡം, നമുക്കതിലേ നേരത്തെ നമ്മളിപ്പോ 4 കസ്റ്റമറിനെ മാഡം ഡീൽ ചെയ്തു. 4 കസ്റ്റമറിനെ ഡീൽ ചെയ്ത സമയത്ത് നമ്മൾ സ്റ്റാർട്ടിങ് സ്റ്റേജ്, ഇപ്പോഴത്തെ ഒരു സ്റ്റേജ് എന്താണ് മാഡത്തിന് സ്വയം പറയാനാവുന്നത്? ഞാൻ പറയുന്നത് ശരിയാണോന്ന് അറിയില്ല, ഞാൻ പറയാം. നമ്മൾ ആദ്യം വിളിച്ച കസ്റ്റമറിനോട് എന്റെ ചോദ്യം കസ്റ്റമറിന്റെ ഒരു ഇതല്ല, കസ്റ്റമർ എന്ത് പറഞ്ഞു എന്നുള്ളതല്ല ഞാൻ ചോദിക്കുന്നത്. എന്റെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കസ്റ്റമറെ, അതായത് നമ്മള് ആദ്യമായി കസ്റ്റമറെ വിളിച്ച സമയത്തും മാഡത്തിന് ഉണ്ടായിരുന്ന ഒരു മനോഭാവം ഉണ്ടല്ലോ, അത് തന്നെ സാറേ പറഞ്ഞു വന്നു. നമ്മള് ആദ്യം ഒരാളെ വിളിച്ചപ്പം ക്യാഷ്വൽ ടോക്ക് പോലെ, ചേട്ടാ അദ്ദേഹം ഇവിടെ അതെല്ലാം ചോദിക്കുന്നത്. ക്യാഷ്വൽ ടോക്ക് അല്ല, കസ്റ്റമർ എന്ത് പറഞ്ഞു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല. ആദ്യമായിട്ട് ഒരു കസ്റ്റമറെ ബിസിനസ് പരമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ മാഡത്തിന് ഉണ്ടായ ഒരു വ്യത്യാസം, അതായത് ആദ്യം മാഡം ഒരു കസ്റ്റമറെ വിളിച്ചപ്പോൾ എന്ത് ഫീൽ ആയിരുന്നു, ഇപ്പോ ഒരു 5-6 കസ്റ്റമേഴ്സിന് മാഡത്തിന്റെ കൈകളിലോട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് കോൺഫിഡൻസ് മാറിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത്. ഉണ്ട്, കോൺഫിഡൻസ് ആയിട്ടുണ്ട്. സംസാര ശൈലിയിലും ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതാണ് ഞാൻ ആദ്യം മുന്നോട്ട് പറയാൻ വന്നത്. നമ്മൾ വ്യത്യാസം. അപ്പൊ മാഡം 10-ൽ എത്ര മാർക്ക് മാഡത്തിന് കൊടുക്കാം? എനിക്കാ ഒരു 8.5 കൊടുക്കാം. 8.5? ശരി. ഓക്കെ മാഡം, ബാക്കി ഞാൻ പിന്നെ പറയാം ഡീറ്റെയിൽസ്. ഇനി അടുത്ത ആള് പോരട്ടെ. 2 പേരെ ആയിട്ടുള്ളൂ. പെട്ടെന്ന് നമുക്ക് പരിപാടി തീർക്കാം. ഹലോ ഹലോ, സംസാരിക്കുന്നവര് മാത്രം ബാക്കി എല്ലാരും മ്യൂട്ട് ചെയ്ത് വെക്കണേ, അല്ലെങ്കിൽ ഒന്നും കേൾക്കില്ല. ഹലോ 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 സാർ, ഞാൻ ശൃംഗ, കോഴിക്കോടുള്ള. ഒരു സെക്കൻഡ്, ബാക്കി എല്ലായിടത്തും ഒന്ന് മ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് 3 പേര് 2 പേരും കൂടെ മ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി സുഖമായിട്ട് സംസാരിക്കാം. രമ്യ എന്ന് പറഞ്ഞൊരു മാഡത്തിന്റെ കൂടി അൺമ്യൂട്ട് ആണ്, മ്യൂട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നന്നായിരുന്നു. ഇനി സംസാരിച്ചു പറഞ്ഞു.
ഹലോ ഞാൻ ശൃംഗയാണോ സംസാരിക്കണ്ടേ? പറഞ്ഞോ കേക്കാം. സാർ, എനിക്ക് ഇപ്പൊ കിട്ടിയ കസ്റ്റമറിന്റെ പേര് റിയാസ് എന്ന് പറയുന്ന കസ്റ്റമറാണ്. കസ്റ്റമറിന്റെ പേരോ കസ്റ്റമർ എന്ത് പറഞ്ഞു അവരുടെ കോണ്ടാക്ട് ചെയ്തപ്പോ അവർക്കിപ്പോ ഹലോ പറഞ്ഞു മേഡം പറഞ്ഞു. അതിന്റെ റേഞ്ചിന്റെ എന്ത് ഇഷ്യൂ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. ഹലോ കേക്കാം പറഞ്ഞോ. സാർ, മുന്നേ വിളിച്ച കസ്റ്റമേഴ്സിന് 2 പേർക്ക് ബാഗ് ആവശ്യമുണ്ട്. പക്ഷെ ഇപ്പൊ അവരെ കയ്യില് സ്റ്റോക്ക് ഉള്ളത് കൊണ്ട് സ്റ്റോക്ക് കഴിഞ്ഞിട്ട് എടുക്കാന്നാ പറഞ്ഞത്. ശരി, അതിന് ചാൻസ് ഉള്ളതാണോ? അപ്പൊ ഇങ്ങോട്ടേക്ക് കോണ്ടാക്ട് ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ ആദ്യം ചാൻസ് ഉണ്ട് എന്നാണ് അവരെ സംസാരത്തിൽ നിന്ന് തോന്നിയത്. ശരി, അപ്പോ അതൊക്കെ മേഡം. അപ്പൊ നമുക്ക് നിലവിലുള്ളൊരു സ്റ്റേജ് എന്ന് പറഞ്ഞു. പിന്നെ ഒരു ബൊട്ടിക്ക് നടത്തുന്ന ഒരു ഹലോ സാർ, ഇപ്പൊ എനിക്ക് തന്ന കസ്റ്റമർ ഒഴിഞ്ഞു മാറിയതാണോ? ഹലോ കേക്കാം പറഞ്ഞോ. ഇപ്പൊ ലാസ്റ്റ് തന്ന കസ്റ്റമർ ഒഴിഞ്ഞു മാറിയതാണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. അവരുടെ അടുത്ത് ഞാൻ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അപ്പൊ പിന്നീട് വിളിക്കാം എന്നാ പറഞ്ഞത്. വേറെ അവര് റെസ്പോൺസ് ഒന്നുമില്ല. അങ്ങോട്ടേക്ക് കോണ്ടാക്ട് ചെയ്തപ്പോ ഫോൺ അറ്റൻഡ് ചെയ്തില്ല. പിന്നെ റീസെല്ലറുടെ കാര്യം, റീസെല്ലർ ഒരാൾക്ക് നമ്മള് റേറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവര് നാളെ എനിക്ക് ജിപേ ചെയ്തിട്ട് അവർക്ക് ഡെമോ ബാഗ് അയക്കാന്നാ പറഞ്ഞത്. നാളെ തിങ്കളാഴ്ച അയക്കാം. ശരി ഓക്കെ. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, നിലവില് മേഡത്തില്ലേ നിലവിലെ കസ്റ്റമറെ ഹലോ ഉണ്ടായിരുന്നു. അയാള് പിന്നെ ഫോൺ അറ്റൻഡ് ചെയ്തിട്ടേ ഇല്ല. മേഡം നമുക്ക് എത്ര മാർക്ക് കൊടുക്കാൻ പറ്റും മേഡത്തിന്? സാർ, ഇവിടെ മഴയായ ട്രെയിൻ അവിടെ. മനസ്സിലായി. മ്യൂട്ട് ചെയ്തോ, ബാക്കി അടുത്ത ആളിലേക്ക് പോവാം. ഹലോ സാർ, ഇപ്പൊ കസ്റ്റമറിനെ വിളിക്കുന്നതിൽ എനിക്ക് എന്താ പറയാ ഓക്കെയാണ്, അതില് പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ എന്തുകൊണ്ട് ഇത് നമുക്ക് ഓർഡറായി വരുന്നില്ല എന്നുള്ളത് കൊണ്ടൊരു ഇല്ല, നമ്മൾ അതിലേക്ക് കടന്നിട്ടില്ല. അത് പറഞ്ഞുതരാം. കേട്ടോ മേഡത്തിന് എത്ര മാർക്ക് കൊടുക്കാം? 10? എനിക്ക് കസ്റ്റമേഴ്സിന്റെ ഡീലിംഗിലും 7 മാർക്സ് കൊടുക്കാം. 7 മാർക്ക്. ഓക്കെ, ശരി. അപ്പൊ അടുത്ത ആള്, ബാക്കി എല്ലാവർക്കും ഒറ്റ ഞാൻ തരാം കേട്ടോ. അടുത്ത ആള് പറഞ്ഞു. പെട്ടെന്നായിക്കോട്ടെ, ഇനി ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. സർ, എന്റെ പേര് രമ്യ. ഞാൻ വെച്ചിറന്ന് വിളിക്കുന്നു, പത്തനംതിട്ട ജില്ലയിലെ. എനിക്ക് 3 കസ്റ്റമറിനെ ആയിരുന്നു കിട്ടിയിരുന്നത്. ആദ്യത്തേത് ഒരു മെഡിക്കൽ ഷോപ്പ് ആയിരുന്നു. പിന്നെ ഒരു ഫുഡ് വെയറിന്റെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ഒരു കേക്കിന്റെ ആയിരുന്നു. പിന്നെ അതല്ല, ഇപ്പൊ ഒരു ലാസ്റ്റ് കിട്ടിയത് ഒരു ബുട്ടിക്കിന്റെ ആയിരുന്നു. അങ്ങനെ 4 കസ്റ്റമറിനെ കിട്ടിയിരുന്നു. ഫസ്റ്റ് ആദ്യത്തെ കസ്റ്റമർ വിളിച്ചപ്പോൾ ഒരു താല്പര്യം ആദ്യം പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷേല് പിന്നെ മെസ്സേജ് ഇട്ടാ മതി, വിളിക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കുറെ പ്രാവശ്യം 2-3 പ്രാവശ്യം വിളിച്ചിട്ടും കസ്റ്റമർ എടുക്കുന്നില്ലായിരുന്നു. മെസ്സേജ് ഇട്ടിട്ട് നോക്കുകയും ചെയ്തില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ കേക്കിന്റെ ഞാൻ സാറിന്റെ അടുത്ത് പറഞ്ഞു. അവര് ഫോട്ടോ ഇട്ട് കൊടുക്കാൻ പറഞ്ഞു കസ്റ്റമർ. ഫോട്ടോ ഇട്ട് കൊടുത്തിരുന്നു. അപ്പൊ അതിന്റെ റേറ്റ് എനിക്ക് 2 അളവ് അയച്ചു തന്നിരുന്നു. പിന്നെ അത് സാറിന് അയച്ചു തന്നു. അപ്പൊ ആ സമയത്ത് സാറ് സിക്കായിരുന്നത് കൊണ്ട് കേക്കിന്റെ പിന്നെ അത് പിന്നെ വിളിച്ചില്ല കസ്റ്റമറിനെ. പിന്നെ ലാസ്റ്റ് ഒരു ബുട്ടിക്കിന്റെ ആയിരുന്നു. ബുട്ടിക്കിന്റെ അത് പനിയായിരുന്നത് കൊണ്ട്
വിളിച്ചിട്ട് ലേഡി എടുത്തില്ല. ഓക്കെ ഓക്കെ. അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ റേറ്റ് ഒക്കെ ഇട്ട് കൊടുത്തു. പക്ഷെ കണ്ടിട്ടും റിപ്ലൈ ഒന്നും തന്നില്ല. അപ്പൊ സാറ് പറഞ്ഞു ഇനി മൺഡേ വിളിച്ചാൽ മതി, സിക്ക് ആയതുകൊണ്ടെന്ന് പറഞ്ഞു. ഓക്കെ. ഇപ്പൊ ഞാൻ ചോദിച്ചിട്ട് വേണം, നമുക്കൊരു കസ്റ്റമറെ വിളിക്കുന്നതുമായി ബന്ധപ്പെടുത്തി നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഈ പരിശീലനത്തിന് വരുന്നതിന് മുന്നേ ഇപ്പോ ഒരു സ്റ്റേജ് ഒരാഴ്ച നമ്മളായിട്ടുള്ളൂ, എന്താ മരത്തിന് തോന്നുന്നത്? വിളിക്കാൻ ആദ്യം ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു വിളിക്കാനൊക്കെ. എന്താണ് കസ്റ്റമറിന്റെ പ്രതികരണം എന്ന് ആദ്യമായിട്ട് വിളിക്കുമ്പോ എങ്ങനെയായിരിക്കും എന്ന് അറിയില്ലായിരുന്നു. പക്ഷേ ഇപ്പൊ 2-3 പേരെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് കൂടി. ശരി. എങ്ങനെ പിന്നെ റേറ്റിന്റെ കാര്യങ്ങളൊന്നും കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയില്ലായിരുന്നു ആദ്യം വിളിച്ചപ്പം. ഇപ്പൊ അത് കാൽക്കുലേഷൻ ഒക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ റേറ്റ് ഇട്ട് കൊടുക്കാനും കസ്റ്റമറിനോട് സംസാരിക്കാനും ഒക്കെ ഉള്ള ഇങ്ങനെ മനസ്സിലായി. ശരി ശരി. ഓക്കെ മാഡം. അപ്പൊ മാഡത്തിന് 10-ൽ എത്ര മാർക്ക് കൊടുക്കാം? 7. ഓക്കെ മാഡം, ഞാൻ ബാക്കി എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. അടുത്ത ആള്. ഓക്കെ സർ, ഞാൻ സ്മിഷ, പറഞ്ഞു മാഡം. തൃശ്ശൂരിൽ നിന്ന് വിളിച്ചു. ഞാൻ വിളിച്ച കസ്റ്റമർക്ക് ബാഗ് ഓർഡർ തരാന്ന് പറഞ്ഞു. പക്ഷെ അവര് കുറച്ച് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. വില കൊണ്ടൊന്നും കുഴപ്പമില്ല, വില ഓക്കെയാണ് എന്ന് പറഞ്ഞു. അവരുടെ വേറെ ഏതൊരു മെറ്റീരിയൽ കൊണ്ട് കുറച്ച് ബാഗ് എടുത്തിട്ടുണ്ടെന്ന്, ആ സ്റ്റോക്ക് കഴിഞ്ഞ ശേഷം ഓർഡർ തരാന്നാണ് അവര് പറഞ്ഞത്. ഓക്കെ. ഒരാളെ മാഡത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ? ഇല്ല ഇപ്പൊ ലാസ്റ്റ് വിളിച്ച ആളാണ് അങ്ങനെ പറഞ്ഞത്. ടോട്ടൽ എത്ര പേരെ കസ്റ്റമറെ 5 പേരെ കൊണ്ട് കിട്ടിയിട്ടുണ്ട്. 5 പേര് അല്ലേ? 4-5. പിന്നെ ഒരാൾക്ക് ഹാൻഡ് മെയ്ഡ്, അവർക്ക് അത്ര പറ്റില്ല. 250 GS-ത്തിന്റെ അങ്ങനെ കട്ടിയുള്ള അതാണ് വേണ്ടതെന്ന് പറഞ്ഞു. ഭയങ്കര കട്ടിയുള്ള പേപ്പർ കൊണ്ട് മടക്കുന്നത്. അത് മെഷീൻ. അതെ അതെ. ഹാൻഡ് മെയ്ഡ് പേപ്പർ ആയിരിക്കോ അതോ GSM കൂടിയതോ? 250 GSM അത് കൈ കൊണ്ടൊന്നും മടക്കാൻ പറ്റില്ല നാളെ തന്നെ പറഞ്ഞു. അത് മടക്കാൻ പറ്റില്ല. അത് എന്ത് പർപ്പസാ? അവര് എന്താ സർ? അവരെന്ത് ഷോപ്പായിരുന്നു? അവര് എക്സ്പോർട്ടിങ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെയുള്ള കസ്റ്റമർ ഒരാള് ഫോട്ടോസ് ഒക്കെ അയച്ചു തരാൻ പറഞ്ഞു. ഷോൾ ഇട്ട് കൊടുക്കാനുള്ള ബാഗാന്ന് പറഞ്ഞു. അപ്പൊ അത് അയച്ചു കൊടുത്തപ്പോ അവര് പറഞ്ഞു അല്ല, അവരൊരു റിപ്ലൈ തന്നില്ല. പിന്നെ ഞാൻ വിളിച്ചപ്പോ എടുത്തില്ല, വാട്സാപ്പിൽ മെസ്സേജ് അയച്ചപ്പോ അത് കണ്ടു, പക്ഷെ റിപ്ലൈ തന്നില്ല. പിന്നെ ഒരു കസ്റ്റമർ പറഞ്ഞ അവർക്ക് ഇനാഗുറേഷൻ ആണ്, അതിന്റെ തിരക്കിലാണ് ആൾ, അത് കഴിഞ്ഞ ശേഷം വിളിക്കാന്ന് പറഞ്ഞു. അതൊന്നും വിട്ടുപോരുതെല്ലാം കറക്റ്റ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്ത് പോകണം. ഓക്കെ മാഡം. മാഡത്തിന് എന്ത് തോന്നുന്നു നമുക്ക് നിലവില് നമ്മളുടെ ഈ ഒരു ടെലികോളിംഗ് ആരംഭിച്ചതിന് ശേഷം മാഡത്തിന് എന്താണ് ഒരു സ്റ്റേജ് വന്നിരിക്കുന്നത്? വിളിക്കുമ്പോ ടെൻഷൻ ഉണ്ടാവും, പിന്നെ സംസാരിച്ചു തുടങ്ങുമ്പോ പിന്നെ കുഴപ്പമില്ല. അതല്ല, ഒരാഴ്ച മുന്നേ ഉണ്ടായിരുന്ന ഒരു ഇതും ഇപ്പോ മാഡത്തിന് 2 കസ്റ്റമർ വിളിക്കാൻ പറഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു വ്യത്യാസം? ഇപ്പൊ കുറച്ച് കോൺഫിഡൻസ് ഒക്കെ ഉണ്ട്, മുന്നേ ഭയങ്കര പേടിയായിരുന്നു. ഓക്കെ. 10-ൽ എത്ര മാർക്ക് കൊടുക്കാൻ മാഡം? അയ്യോ, ഞാൻ തന്നെ കൊടുക്കണം. അത് പിന്നെ നമ്മൾ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യും. എനിക്കൊരു 5 മാർക്ക്. ബാക്കി ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അടുത്ത ആള്. ഹലോ ഹലോ, പറഞ്ഞു മാഡം. ഹലോ സാർ, മൂന്നാറിന്നാണേ, സൗമ്യ. എനിക്ക് ആദ്യം കിട്ടിയ കസ്റ്റമർ ആലുവയിലുള്ള ഒരു ബ്യൂട്ടിക്ക് നടത്തുന്ന ഒരു ലേഡി ആയിരുന്നു. പുള്ളിക്കാരി വിട്ടിട്ടില്ല, തരാന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ന്യൂ ഇയറും കഴിഞ്ഞപ്പോൾ നല്ല തിരക്കാണ്, അത് കഴിയുമ്പോൾ തരാം, കുറെ വാങ്ങി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അത് പോയിട്ടില്ല. ഞാൻ ഇടയ്ക്കൊന്നൂടെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോഴും തരാന്ന് തന്നെയാ പറഞ്ഞേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വന്നത് പുളിയമ്മല പുളിയമല്ലയിലുള്ള ഒരു കസ്റ്റമറിന്റെ, അദ്ദേഹം ആണെങ്കിൽ സാറിന്റെ അടുത്ത് വന്നത് ബാഗ് കണ്ടു കഴിഞ്ഞിട്ട് പറയാന്നാണ് പറഞ്ഞേക്കുന്നത്. സാറിന്റെ ഫോൺ നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ അത് ഞാൻ ഡീൽ ചെയ്തോളാം. എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഡീൽ ചെയ്തോളാം. വിളിച്ചോളാന്ന് എനിക്ക് മെസ്സേജ് ഇട്ടു. വിളിച്ചോന്ന് പറഞ്ഞ് ഞാൻ പിന്നെ വിളിച്ച് ചോദിച്ചില്ല. അത് മാഡം ജസ്റ്റ് ഒന്ന് ഫോളോ അപ്പ് ചെയ്തോ. ഒരു വിളിക്കല് നോക്കി നിൽക്കണ്ട, ചിലപ്പോ നമ്മൾ വിളിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ഒരു കണക്ട് ആവുക കേട്ടോ. 2 കസ്റ്റമർ ആണോ മാഡത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നത്? എനിക്ക് 2 പേരെ കിട്ടി. ഓക്കെ. എന്ത് തോന്നുന്നു മാഡം ഓവറോൾ? വിളിക്കാനുള്ള ഒരു കോൺഫിഡന്റ് ആയി. 10-ൽ എത്ര മാർക്ക് കൊടുക്കാം? ഒരു 6 മാർക്ക് കൊടുക്കാമെന്ന് തോന്നുന്നു. എത്ര? 6. തോന്നലുള്ള?
ഉറപ്പില്ല? ഫുള്ളൊന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ. ഫുള്ള് ഒരു കൊടുക്കണ്ട. ഭയം എന്നാലും ഉണ്ട്. പറയണത് കൃത്യമായിട്ട് പറഞ്ഞോ. 6. ശരി, ബാക്കി ഞാൻ അടുത്തതിൽ പറയാം കേട്ടോ. ഓക്കെ. അടുത്ത ആള്. ഹലോ, സെമീന. ഹലോ, പറഞ്ഞു മേഡം. സെമീന, മലപ്പുറത്ത് നിന്ന്. മേഡത്തിന് ഫെമിന എന്നല്ലേ മേഡം? സാറേ, മലപ്പുറം. ഫെമിന എന്നല്ലേ മേഡത്തിന്റെ പേര്? സെമീന, SA. ഫെമീന. ഓക്കെ. ഫെമീന ആണല്ലേ? പറഞ്ഞു. ഞാൻ മലപ്പുറത്ത് നിന്ന്. എനിക്ക് 2 കസ്റ്റമറെ കിട്ടിയിട്ടുണ്ട്. അതിന് ഒന്ന് കോട്ടക്കൊക്കെയാണ്. ഫസ്റ്റ് കസ്റ്റമർ കോട്ടക്കൊക്കെയാണ്. അത് ഒരു പാത്രക്കടയ്ക്കാണ് പറഞ്ഞിരുന്നത്. അവർക്ക് ഒരു ചെറിയ ബാഗിന്റെ എന്തോ ഓർഡർ എന്തോ കൺഫേം ആയതല്ലേ? 200 ബാഗിന്റെ കൺഫേം ആയത്. അത് ഒരു 10-ാം തീയതി കഴിഞ്ഞിട്ട് അയച്ചു തരാറാണ്. അതുവരെ അവർക്ക് എന്താ പ്രശ്നമുണ്ട് കാരണം പ്രിന്റ് ഇല്ലാത്ത ബാഗാണ്. രണ്ടാമത് കിട്ടിയത് ഒരു പെർഫോമിന്റെ കടക്കാർക്കാണ്. റേറ്റ് കൂടുതലാണ് പറഞ്ഞു. എനിക്ക് 11 ഉറുപ്പ്യ വെച്ചൊക്കെ കൊടുക്കേണ്ടത്. മൾട്ടി കളറൊക്കെയാണ്. അപ്പൊ ആവശ്യം ഉണ്ടാകുമ്പോ വിളിക്കാറുണ്ട്. 6-ന് എനിക്ക് 11 ഉറുപ്പ്യക്ക് ഹോൾസെയിൽ വായിക്കൊന്നും കിട്ടുന്നുണ്ട് കാരണം. അപ്പൊ പിന്നെ ആ വിലക്ക് നമ്മ കൊടുത്ത നടത്താണേ. ഒന്ന് കൺഫേം ആയതാണ്. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ മേഡം, മേഡത്തിന് എന്ത് തോന്നുന്നു ഒരു കസ്റ്റമറെ വിളിക്കുന്നതിന് മുന്നേ അതിനുശേഷം എന്താണ് മേഡത്തിന്റെ ഒരു കസ്റ്റമർ വിളിച്ചപ്പോ ഭയങ്കര വിറയലും പേടിയൊക്കെ. ഫസ്റ്റ് കസ്റ്റമറിനെ മേഡത്തിന് ഓർഡർ തന്നില്ലേ? അതെ, കസ്റ്റമറിന് ഓർഡർ അവരെന്ത് ബാക്കിയുള്ള ഇതൊക്കെ തരാ പറഞ്ഞു. ചെറിയ ബാഗുകൾ ആവശ്യമുണ്ട്, കഴിഞ്ഞിട്ട് നിങ്ങളെ ബാഗിനനുസരിച്ച് ഇനി ഫുള്ള് നിങ്ങൾക്ക് തന്നെ തരാ പറഞ്ഞു. ശരി, അപ്പൊ അത് നോക്കട്ടെ. അപ്പോ കുറച്ച് കോൺഫിഡൻസ് ആയിട്ടുണ്ട് അല്ലേ? അതെ, ചെറിയൊരു പേര്. പേടിയൊക്കെ അവിടെ ഒന്നും കുഴപ്പമില്ല. 10-ൽ എത്ര മാർക്ക് കൊടുക്കാം മേഡം? 10-ല് ഹലോ അവിടെ 10-ല് 5 മാർക്ക്. ഓക്കെ, ബാക്കി ഞാൻ പിന്നെ വരാം കേട്ടോ. ശരി, അടുത്ത ആള്. ഹലോ സർ. ഹലോ, പറഞ്ഞു. മനസ്സിലായി. പറഞ്ഞോളൂ. ഹലോ, കേക്കാം. ഫസ്റ്റ് ഷോപ്പ് ഒരു മൈലാഞ്ചി, ഒരു ഇന്നർവെയറിന്റെ ഷോപ്പായിരുന്നു, മൈലാഞ്ചി എന്ന് പറഞ്ഞിട്ട്. ആ ഷോപ്പില് ഫസ്റ്റ് വിളിച്ചപ്പോ ആ സാർ വിലയൊക്കെ പറഞ്ഞു. പിന്നെ രണ്ടാമത് വിളിച്ചപ്പോ പറഞ്ഞത് മറ്റൊരു പാർട്ട്ണർ കൂടി ഉണ്ട്, അപ്പൊ ആളും കൂടി ആലോചിച്ചിട്ട് പറയാന്ന് പറഞ്ഞു. രണ്ടാമത് വിളിച്ചൊരു സൂപ്പർ മാർക്കറ്റ് ആയിരുന്നു. 5 കിലോയുടെ ഒരു ബാഗ് പറഞ്ഞത്. അതിനാണെങ്കിൽ കൂടുതലാന്ന് പറഞ്ഞു ആള്. പിന്നെ സാറിന്റെ ഒരു പേപ്പർ ഇടാൻ വേണ്ടിയുള്ള ഒരു ബാഗിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് പ്രിന്റ് ചെയ്ത ബാഗ് നമ്മൾ പറഞ്ഞ റേറ്റ് കുറവിന് കിട്ടാനുണ്ട്, അത്ര പറഞ്ഞു. അങ്ങനെ ഓക്കെ, മേഡത്തിന് ഈ 3 കസ്റ്റമറെ വിളിച്ച സമയത്ത് എന്താണ് മേഡത്തിന്റെ ഒരു അഭിപ്രായം? കസ്റ്റമർ പറഞ്ഞ അഭിപ്രായമല്ല, ഒരു ബിസിനസ് ഓണർ എന്ന് പറഞ്ഞ നിലയിൽ മേഡത്തിന്റെ ഒരു അഭിപ്രായം എന്താ? ഇപ്പൊ നമുക്ക് പേപ്പർ റേറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ വില കണക്കാക്കുന്നത്. പക്ഷെ കസ്റ്റമേഴ്സിന് അത് കുറഞ്ഞ വിലക്ക് കിട്ടണം, അങ്ങനെ എനിക്ക് തോന്നുന്നു. അല്ല, അത് മേഡത്തിന് മനസ്സിലായ കാര്യം ഞാൻ ചോദിച്ചതല്ല. അതായത് കസ്റ്റമർ ആദ്യമായിട്ട് വിളിക്കുന്നതിന് മുൻപും വിളിച്ചതിന് ശേഷവും മേഡത്തിന്റെ ഒരു ഇതെന്താ? വിളിക്കണത് കോൺഫിഡൻസ് വന്നു. ഓക്കെ മേഡം, അപ്പോ മേഡത്തിന് 10-ൽ എത്ര മാർക്ക് കൊടുക്കാം? ഒരു 6 മാർക്ക്. ഓക്കെ, ഞാൻ വരാട്ടോ.
അടുത്താണ്. ഹലോ സാർ, പറഞ്ഞോ മേഡം. എന്റെ പേര് നിഷ എന്നാണ്. ഞാൻ വൈക്കത്തുനിന്നാണ്. ശരി. ഞാൻ ആദ്യം സംസാരിച്ചത് കൊച്ചിയിലുള്ള ഒരു കബീർ കസ്റ്റമർ ആയിട്ടായിരുന്നേ. ഉവ്വ. അപ്പൊ അദ്ദേഹം പറഞ്ഞു വാട്സപ്പിൽ ഡീറ്റെയിൽസ് ഇട്ടേക്കുന്നത് പറഞ്ഞിട്ട് പിന്നെ നോക്കിയൊന്നുമില്ല. ക്രിസ്മസിന്റെ ഒക്കെ ടൈം ആയിരുന്നു, തിരക്കായിരുന്നു എന്ന് പറഞ്ഞു. ഉവ്വ. പിന്നെ ഇല്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടാമത് വിളിച്ചപ്പോഴേക്കും കേരമംഗലമുള്ള ഒരു കസ്റ്റമർ ആയിട്ടാണ്. ഉവ്വ. അദ്ദേഹം 3 റേറ്റ് ഇടാൻ പറഞ്ഞു. 3 റേറ്റ്. ഉവ്വ. അത് നോക്കി ജസ്റ്റ് ഒരു എൻക്വയറി നടത്തിയെന്നേ ഉള്ളൂ. ഇപ്പൊ വേണ്ട, നമ്പർ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോളാം, പേപ്പർ ബോക്സ് ആണ് വേണ്ടിയെന്ന് പറഞ്ഞു. ഉവ്വ. എനിക്ക് ആവശ്യം പേപ്പർ ബോക്സ് ആന്ന് പറഞ്ഞു പുള്ളി. ഉം. പിന്നെ ഒരു കസ്റ്റമറെ വിളിച്ചതാണ്, സ്റ്റീഫ് എന്ന് പറയുന്ന റെയിൻബോ ബോട്ടിക് നടത്തുന്ന കുത്താട്ടോളത്തുള്ള ഒരു കസ്റ്റമർ. ഉവ്വ. അപ്പൊ റേറ്റ് മീഡിയം ബാഗ് മതിയെന്ന് പറഞ്ഞു. അതിന്റെ റേറ്റ് ഇട്ട് തന്നെ പറഞ്ഞപ്പോ ഞാന് പ്രിന്റിംഗ് ഉൾപ്പെടെ 12 രൂപ 35 പൈസ ഇട്ട് കൊടുത്തു റേറ്റ്. പിന്നെ 650 രൂപ എക്സ്ട്രാ വന്നത് പ്ലേറ്റ് ചാർജ് ആണ്. എല്ലാം വാട്സപ്പിൽ ഇട്ട് കൊടുത്ത് വാട്സപ്പ് കണ്ടു. എന്നിട്ട് എടുക്കണുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് പിറ്റേന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഹോസ്പിറ്റലിലാണ്, ഞാൻ അങ്ങോട്ട് വിളിച്ച് സംസാരിച്ചോളാം, റേറ്റ് എന്നിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ഫിക്സ് ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ സംസാരിച്ചതിന് ശേഷം റേറ്റ് ഒക്കെ നോക്കിയിട്ട് ഫിക്സ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടെങ്കിൽ മൊത്തം 3 കസ്റ്റമറാ ഡീൽ ചെയ്ത്. പിന്നെ ഒരു ഒലീവ് പാക്സ് ആൻഡ് ബാഗ്സ് എന്നപ്പോ അവര് പറഞ്ഞു ഇല്ല ഞങ്ങക്ക് ജസ്റ്റ് നിർത്തിയേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ജസ്റ്റ് ഒരു എൻക്വയറി സംസാരിച്ചു. വേറെ ആരൊക്കെയോ ഇവിടെ അൺമ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. രമ്യാവരത്തിന്റെ എവിടെയും തോന്നുന്നു. അപ്പൊ അങ്ങനെ 4 കസ്റ്റമേഴ്സായിട്ട് സംസാരിച്ചിട്ടുണ്ട് ടോട്ടലി. ഓക്കെ. മേഡത്തിന് എന്ത് തോന്നുന്നു പൊതുവെ? എനിക്കിപ്പോ ലാസ്റ്റ് കസ്റ്റമറുമായിട്ട് സംസാരിച്ചപ്പോ കുറച്ച് കോൺഫിഡൻസ് ഒക്കെ ആയി. അവസാനം ആദ്യം ഭയങ്കര ടെൻഷനായിരുന്നു, സംസാരിക്കാൻ എന്താ പറയണ്ടേന്നൊന്നും അറിയത്തില്ല, അങ്ങനെ കുറച്ച് ടെൻഷനായിരുന്നു. ടെൻഷൻ ഇല്ല, അത്രയും ടെൻഷൻ കുറച്ചും കൂടി ഒരു ഇതായി, പരിചയമായി, സംസാരിക്കാനൊക്കെ. മറ്റേ എന്താ പറയണ്ടേന്നൊന്നും അറിയത്തില്ലായിരുന്നു. എത്ര മാർക്ക് കൊടുക്കാം മേഡത്തിന് 10-ല്? 10-ല് 6 മാർക്ക്. 6. എല്ലാവരും 6 പറയണോ പരസ്പരം ധാരണപ്പുറത്ത് പറയണാണോ? എല്ലാവരും 6 ആണോ? ഓക്കെ മേഡം, ഞാനിപ്പോ ഡീറ്റെയിൽ ആയിട്ട് വരാം കേട്ടോ. ഞാൻ അടുത്ത ആള്. ഹലോ മേഡം ഒരു സെക്കൻഡ്, അതിലേ ആ രമ്യ മേഡത്തിന് ഒന്ന് അൺമ്യൂട്ട് ചെയ്യാമോ? മ്യൂട്ട് ചെയ്യാമോ? ഓക്കെ, പറഞ്ഞോ മേഡം. ഹലോ, പറഞ്ഞോ. സാർ ഞാൻ ജനീറ്റ, പാലക്കാട് നിന്ന്. സാർ എനിക്ക് 2 കസ്റ്റമറാണ് എനിക്ക് ആദ്യം കിട്ടിയിരുന്നത്. ആദ്യം കിട്ടിയിരുന്നത് ഒരു കമ്പനിയാണ്, ഒരു ഓയിൽ അല്ല, ഒരു വെൽനസ് കമ്പനി, വെൽനസ് പ്രൊഡക്റ്റുകളുടെ ഒരു കമ്പനിയാണ്. അപ്പൊ അവർക്ക് ആവശ്യം ആക്ച്വലി പേപ്പർ ബാഗുകളല്ല, അവർക്ക് ഈ കവർ ചെയ്ത് കൊടുക്കാനുള്ള ബാഗായിരുന്നു ആവശ്യം ഉണ്ടായിരുന്നത്. അപ്പോ അതും അവർക്ക് ബട്ടർ പേപ്പറിലായിരുന്നു വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് ചെയ്ത് കൊടുക്കുന്ന ബാഗിന് ഹാൻഡിലൊന്നും ഇല്ലാണ്ട് അവരുടെ അടുത്ത് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ, ഇങ്ങനെയാണ് ചെയ്ത് തരാന്ന്. അപ്പോ ആള് ശരി റേറ്റ് അയക്കി കൊട്ടേഷൻ വെക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അതനുസരിച്ച് അയച്ചു കൊടുത്തു. കൊട്ടേഷൻ കണ്ടു. പിന്നീട് വിളിച്ച കോൾ എടുക്കുക, അല്ലെങ്കിൽ പിന്നീട് നമ്മളൊരു മെസ്സേജ് അയച്ചാൽ അതിന് ആള് കാണാറേ ഇല്ല. പിന്നെ രണ്ടാമത് കിട്ടിയിരുന്നത് ഒരു പാലക്കാടുള്ള ഒരു ബൊട്ടീക്കായിരുന്നു, കലംകാരി എന്ന് പറഞ്ഞിട്ട്. അപ്പോ അവരായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു ഇത് റേറ്റ് കൂടുതലാണ് നിങ്ങളുടെ കയ്യില്, ഹോൾസെയിൽ റേറ്റ് എന്ന് ഞാൻ ആഡ് കണ്ടിട്ട് എൻക്വയറി ചെയ്തതാണ്. അവർക്കിപ്പം നമ്മൾ കൊടുക്കുന്ന 8 രൂപ റേറ്റിലൊക്കെ അവർക്ക് പാലക്കാട് ഇതിലും കുറച്ച് കൊടുക്കാൻ ആളുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പം അത് കഴിഞ്ഞിട്ട് പറഞ്ഞു പാർട്ട്ണർ ഒരാളും കൂടി ഉണ്ട്, ആളുമായിട്ട് സംസാരിച്ചിട്ട് എനിക്ക് പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ അവര് കോണ്ടാക്ട് ചെയ്തിട്ടില്ല. ബാക്കി ഈ ഒരു നമ്മുടെ ഈ ഒരു കസ്റ്റമറായിട്ട് നമ്മുടെ ബാഗിന്റെ കാര്യം ചോദിക്കുന്നതിന് മാത്രം ആൾക്ക് റിപ്ലൈ ഇല്ല. ബാക്കി നമുക്ക് ഹാപ്പി ക്രിസ്മസും ഹാപ്പി ന്യൂ ഇയർ എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ആള്
അപ്പൊ അവരങ്ങനെ പറഞ്ഞു. എന്തായാലും കണക്ഷൻ കളയണ്ട, കിട്ടുവാണെങ്കിൽ ഒന്ന് ശ്രമിച്ചോളൂ കേട്ടോ. പിന്നെ നമുക്ക് എന്ത് തോന്നുന്നു മേഡം ഓവറോൾ? ഓവറോൾ ഫസ്റ്റത്തെ ആള് ആ സാറിനെ വിളിക്കുന്ന സമയത്ത് എനിക്കൊരു മൊത്തത്തിലൊരു കൺഫ്യൂഷൻ ആയിരുന്നു. എങ്ങനെ പറയണം, അങ്ങനെ മൊത്തത്തിൽ ഒരു കൺഫ്യൂഷൻ ആയിരുന്നു. രണ്ടാമത്തെ ആളെ വിളിച്ചു കഴിഞ്ഞപ്പം അതിലും കുറച്ചും കൂടെ ഒന്ന് ബെറ്റർ ആയിട്ടുണ്ട്. അപ്പം അത് നേരത്തെ കഴിഞ്ഞും കുറച്ച് ബെറ്റർ ആയി. 10-ൽ എത്ര മാർക്ക് കൊടുക്കാം? 10-ലൊരു 5. ഓക്കെ മാഡം, ഞാനപ്പോ വീണ്ടും വരാം കേട്ടോ. സാറേ, ഞാൻ പത്തനംതിട്ട മഞ്ജു. ഹലോ മഞ്ജു. ആദ്യമായിട്ട് എനിക്ക് കിട്ടിയത് ഒരു കൊല്ലത്തുള്ള ഈ സേവാ കേന്ദ്രത്തിൽ റീസെല്ലർ ആയിരുന്നു കിട്ടിയിരുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു എല്ലാ ബാഗും വേണം, ഒന്ന് ഷോപ്പ് കണ്ടോട്ടെ എന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ഷോപ്പ് വന്ന് കാണുമെന്ന് പറയുമ്പം സാറിനോട് ഞാൻ ചോദിച്ചപ്പം സാറ് എന്നോട് പറഞ്ഞു വനിതാ കൂട്ടായ്മ, ഓൾ കേരള വനിതാ കൂട്ടായ്മ നടത്തുന്ന ഒരു സംരംഭമാണ്, സെന്റർ എറണാകുളമാണെന്ന് പറഞ്ഞു. അപ്പം അത് ഓക്കെ ശരിയെന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നെ ഡെമോ ബാഗ് അയച്ചു കൊടുക്കാം എന്നൊക്കെയാ പറഞ്ഞത്. അത് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല എനിക്ക്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാല് കസ്റ്റമർ ടെക്സ്റ്റൈൽസ് ആയിരുന്നു, പന്തളത്തുള്ള. പന്തളത്ത് അത് ടെക്സ്റ്റൈൽസ് തുടങ്ങുന്നതായിരുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു റേറ്റ് എങ്ങനെയാണ്, വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞു. വാട്സപ്പിൽ ഞാൻ കോണ്ടാക്ട് ചെയ്തു. റേറ്റ് 11 രൂപ പറഞ്ഞു, 16-12-4 ടെക്സ്റ്റൈൽ ബാഗ്. അപ്പൊ പറഞ്ഞപ്പോ അദ്ദേഹം വില കണ്ടിട്ട് ലൈക്ക് ചെയ്ത് പിന്നീട് ഒന്നും സംസാരം ഉണ്ടായിട്ടില്ല. പിന്നീട് തന്നതെന്ന് പറഞ്ഞ ഒരു ഫ്ലവർ ഷോപ്പിലെയാണ് ഈ കഴിഞ്ഞ ദിവസം തന്നത്. ഫ്ലവർ ഷോപ്പിന്റെ അദ്ദേഹത്തെ വിളിച്ചപ്പം തിരക്കാണെന്ന് പറഞ്ഞു. പിന്നെ വാട്സാപ്പിൽ കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞിട്ട് പിന്നെ അദ്ദേഹം ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു, വിലയൊന്നും അയച്ചില്ല. അപ്പോഴും ഞാൻ കോണ്ടാക്ട് ചെയ്തോളാം എന്ന് പറഞ്ഞു. പിന്നെ വിളിച്ചിട്ടേ ഇല്ല. അങ്ങനെയാണ്. 3 കസ്റ്റമറെ മാഡം ഹാൻഡിൽ ചെയ്തു അല്ലേ മൊത്തം? അതെ അതെ. എന്ത് തോന്നുന്നു മാഡം ഓവറോൾ നമ്മളുടെ പരിശീലനത്തിൽ വന്നതിന് ശേഷവും അതിനു മുൻപും അതിന് ശേഷവും എന്ത് വ്യത്യാസമാണ് മാഡത്തിന് തോന്നുന്നത്? കസ്റ്റമറെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി കോൺഫിഡൻസ് വന്നിട്ടുണ്ട്, നല്ലൊരു പേടിയാണ്. പേടിയാണ് നിൽക്കട്ടെ, പേടി ഇടയ്ക്ക് വേണം നമുക്ക്. 10-ൽ എത്ര മാർക്ക് കൊടുക്കാം മാഡം? 10-ലൊരു 5. ഓക്കെ, ഇനി അടുത്താണ് പെട്ടെന്നായിക്കോട്ടെ, ഒരു 7 പേരും കൂടി ഉള്ളൂ. പറഞ്ഞു മാഡം. എന്റെ പേര് ഫെമിന, പാലക്കാട് നിന്നാണ് സാർ. ഓക്കെ. എനിക്ക് 3 കസ്റ്റമർ ഞാൻ ഡീൽ ചെയ്തു. ഓക്കെ. ആദ്യത്തെ ഒരു ബെസ്റ്റ് മൊബൈൽസ് ആയിരുന്നു. അവരെ ഞാൻ കോണ്ടാക്ട് ചെയ്തു. പിന്നെ അവർക്ക് വില കുറഞ്ഞ രീതിയിലുള്ള ചീപ്പ് റേറ്റിനുള്ള ബാഗ് മതി പറഞ്ഞു. റേറ്റ് ഇട്ടു, ബാഗിന്റെ കുറച്ച് ഡെമോ ഫോട്ടോസ് ഒക്കെ കൊടുത്തു. പക്ഷെ റിപ്ലൈ ഒന്നുമില്ല. വാട്സപ്പ് ഇട്ടാൽ മതി എന്നാ പറഞ്ഞ, റിപ്ലൈ ഒന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ബൊട്ടീക്ക് അവരാണ് കുറച്ച് കാര്യമായിട്ട് ചോദിച്ചത്. അവർക്കും വേണ്ട വിവരങ്ങളും വിലയും ഒക്കെ കൊടുത്തു. പെട്ടെന്ന് നന്നായി സംസാരിച്ചുകൊണ്ടിരുന്നു. വിലയൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ സ്റ്റോപ്പായി. പിന്നെ വാട്സപ്പില് റിപ്ലൈയിലോ ഒന്നുമില്ല. പിന്നെ ഇപ്പൊ സാറിപ്പോ പുതുതായി തന്നത് ഒരു സിംഫണി ആർട്ട് ഗാലറി എന്ന് പറഞ്ഞിട്ട്, അവരാണ് വിളിച്ച കോൾ എടുക്കുന്നേ ഇല്ല സാർ. ആണോ? അത് നോക്കണ്ട, അതൊക്കെ ഇതിന്റെ പാർട്ടായിട്ട് വരും, അതും പേടിക്കണ്ട. എന്ത് തോന്നുന്നു മൊത്തം മാഡത്തിന്? മൊത്തം 3 കസ്റ്റമറെ ഹാൻഡിൽ ചെയ്തു. 3 കസ്റ്റമർ വെച്ചാൽ മൂന്നാമത്തെ കസ്റ്റമർ ഫോൺ എടുത്തില്ല. അതുകൊണ്ട് 2 കസ്റ്റമർ എനിക്ക് ഏകദേശം പറയുന്നത്. മതി, അത് മതി. സംസാരിച്ച ആളുകളെ നമുക്ക് വേണ്ടേ, അല്ലാത്തവരെ നമുക്ക് വേണ്ട. അപ്പൊ എന്ത് തോന്നുന്നു മാഡത്തിന്? ഒരു 10-ൽ എത്ര മാർക്ക് കൊടുക്കാം? 10-ല് ഒരു 5. എന്തുകൊണ്ടാണ് മാഡം 10-ന് 5 കൊടുത്തത്? എനിക്ക് അത്ര എക്സ്പീരിയൻസ് പോലെ തോന്നി. 2 കസ്റ്റമറുകളിലേക്ക് ആയുള്ളൂ. അത് ശരി, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വരാം കേട്ടോ. ശരി.
അടുത്ത ആള്. ഹലോ സാറേ, പറഞ്ഞു മാഡം. എന്റെ പേര് സരിത. എനിക്ക് 2 കസ്റ്റമറെയാണ് കിട്ടിയത്. ആദ്യം കിട്ടിയത് ഒരു സ്റ്റുഡിയോ ആണ് കരുനാഗപ്പള്ളിയിലുള്ള. അദ്ദേഹത്തിന്റെ സംസാരത്തിൽ അവർക്ക് വിലയല്ലായിരുന്നു പ്രശ്നം, നല്ല ക്വാളിറ്റി ഉള്ള ബാഗ് വേണമെന്ന് പറഞ്ഞു. പക്ഷെ നമ്മള് അതിന്റെ റേറ്റ് ഒക്കെ കൊടുത്തു. പക്ഷെ അവര് പറയുന്നത് അവർക്ക് ഞാൻ വിളിക്കാം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. രണ്ടാമത്തെ കസ്റ്റമർ എന്റെ സ്വന്തം നാട്ടിലായതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി കോൺഫിഡൻസ് വന്നു. എന്റെ സ്വന്തം സ്ഥലത്തു നിന്നാണ് എന്റെ രണ്ടാമത്തെ കസ്റ്റമർ ആമി. സ്വന്തം നാടായതുകൊണ്ട് എനിക്ക് പേഴ്സണലി അറിയാവുന്ന കടയും ആയതുകൊണ്ട് കുറച്ചുകൂടെ എനിക്ക് ഹാൻഡ്ലിങ് കുറച്ചും കൂടി എളുപ്പമായിരുന്നു. ഒരു ബൂട്ട്സ് ഷൂമാർട്ട് ആയിരുന്നു. ആ 2 കസ്റ്റമർ എനിക്ക് കിട്ടിയുള്ളൂ. രണ്ടാമത് കിട്ടിയ കസ്റ്റമർ ആണ് ബൂട്ട്സ് ഷൂമാർട്ട്. അതിപ്പം എന്റെ സ്വന്തം നാട് നമുക്ക് അറിയാവുന്നത് കൊണ്ട് കുറച്ചും കൂടി ഈസി ആയിട്ട് സംസാരിക്കാൻ പറ്റി. അവർക്ക് അന്നേരം കുറച്ച് തിരക്കാണ്. ഡിസംബറിൽ ആണ് ഞാൻ വിളിച്ചത്. അപ്പൊ എന്നോട് പറഞ്ഞു ഒരു ജനുവരി 2nd വീക്കൊക്കെ ആകുമ്പോൾ എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യും, അന്നേരം നമുക്ക് എടുക്കാം എന്നാണ് പുള്ളി പറഞ്ഞത്. സംസാരിച്ചോളൂ, കുഴപ്പമില്ല കേട്ടോ. എന്റെ സ്വന്തം നാടായതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് സംസാരിക്കാൻ, പേഴ്സണലി അറിയാവുന്ന കടയും ആയതുകൊണ്ട് സംസാരിക്കാൻ സാധിച്ചു. അതിൽ എനിക്ക് ഇച്ചിരി കോൺഫിഡൻസ് വന്നു. എന്നാലും എനിക്കൊരു 10ൽ 4 മാർക്കേ ആയിട്ടുള്ളൂ. ഓക്കെ മാഡം, ഞാനപ്പോ ഒരു കോൺഫിഡൻസ് ലെവൽ മാറിയിട്ടുണ്ട് അല്ലേ? അതെ അതെ. ഓക്കെ മാഡം, ഞാനപ്പോ വരാട്ടോ ഡീറ്റെയിൽ ആയിട്ട്. അടുത്ത ആള്. ഹലോ, വേറെ ആരും ഇല്ലേ? 13 പേരേ ആയിട്ടുള്ളൂ. ഹലോ സർ, ഞാൻ തനുശ്രീയാണ് തൃശ്ശൂർന്ന്. പറഞ്ഞു മേഡം, ഹോസ്പിറ്റലിൽ അല്ലേ? ആ, ഹോസ്പിറ്റലിലാണ്. സാറേ, ഞാൻ 3 പേരോടാണ് സംസാരിച്ചത്. 3ഉം ടെക്സ്റ്റൈലിന്റെ ആയിരുന്നു. ആദ്യത്തെ കസ്റ്റമർ ഓക്കെ എടുക്കാം എന്നാണ് പറഞ്ഞത്. പക്ഷെ വിലയൊക്കെ പറഞ്ഞപ്പോഴും ഓക്കെ ആണ്. പക്ഷെ ആള് ബാഗ് നേരിട്ട് കാണണം, എന്നാൽ മാത്രമേ എടുക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പൊ അത് കൊറിയർ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ പെട്ടെന്നൊരാവശ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ അത് മേടിക്കും, കൊറിയർ ചെയ്യുമ്പോൾ നിങ്ങൾ 2 ദിവസം എന്തായാലും പിടിക്കില്ലേ, അപ്പോ അന്ന് എനിക്ക് ബാഗ് വേണമെന്നുണ്ടെങ്കിൽ അത് തരാനായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും, അപ്പൊ അതുകൊണ്ട് വേണ്ട. അപ്പൊ നിങ്ങൾക്കാണെങ്കിൽ യൂണിറ്റ് ഇല്ല, കൊണ്ടുതരാൻ ആൾക്കാരില്ല, അപ്പൊ അതുകൊണ്ട് വേണ്ട എന്നാണ് അവര് പറഞ്ഞത്. ഹലോ സാറ്, കേൾക്കുന്നുണ്ടോ? ആ, ഓക്കെ. പിന്നെ രണ്ടാമത്തേത് ഒരു അങ്കമാലിയിലുള്ള ഒരു ബോട്ടിക്കായിരുന്നു. അവർക്ക് യൂണിറ്റിന്റെ നമ്പറൊക്കെ ചോദിച്ചിട്ട് സാറിന്റെ നമ്പറൊക്കെ കൊടുത്തിരുന്നു, വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീണ്ടും ചോദിച്ചു. ഹലോ, പോയോ? ലെഫ്റ്റ് ആയി തോന്നുന്നു. ഹലോ, അടുത്ത ആള് പറഞ്ഞോ. ആള് വരുമ്പോ ജോയിൻ ചെയ്യാം. ഹലോ സാറ്, എനിക്ക് 3 പേരെയാണ് കിട്ടിയത്. അതിലാദ്യം വിളിച്ച ആള് വളരെ ബിസിയാണ്, അതുകൊണ്ട് പിന്നെ വിളിക്കാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഒന്നും കൂടി ഞാൻ വിളിച്ചിരുന്നു. അത് അന്നേരം തിരക്കാണെന്ന് പറഞ്ഞ് ഫോൺ അപ്പൊ തന്നെ കട്ട് ചെയ്യുകയാണ് ചെയ്തത്. അവര് നമ്മൾ പറയുന്നത് കേൾക്കാൻ പോലും കൂട്ടാക്കുന്നില്ല, അതുപോലെ തിരക്കായിരുന്നു എന്ന് തോന്നുന്നു. പിന്നെ രണ്ടാമത് ഒരു കാർപ്പറ്റ് ഷോപ്പ് ആയിരുന്നു. അവർക്ക് വേണ്ടത് ക്ലോത്ത് ബാഗാണ്. നമ്മള് ഈ ക്യാരി ബാഗ് അല്ല അവർക്ക് ആവശ്യം എന്നാണ് എന്നോട് പറഞ്ഞത്. പിന്നെ ഒരു പ്ലേ സ്കൂളിന്റെ ആയിരുന്നു. അവർക്കും 500 ബാഗിന് മുകളിൽ വേണം, പക്ഷെ അവർക്ക് ബാഗിന് സൈസ് കാര്യങ്ങളൊന്നും അറിയില്ല പറയാൻ. പിന്നെ അവർക്ക് ലോഗോയൊക്കെ വെക്കണമെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവർക്ക് നമ്മൾ നേരിട്ട് വന്ന് ഷോപ്പ് കണ്ടിട്ട് അതിൽ സെലക്ട് ചെയ്യാം എന്നാണ് അവര് പറയുന്നത്. പിന്നെ നമ്മള് അവരുമായിട്ട് നമ്മുടെ ഷോപ്പ് എവിടെയാണ് അവിടെ വന്ന് കണ്ടിട്ട്
അതിൽ നിന്ന് സെലക്ട് ചെയ്യാം എന്നാണ് പറഞ്ഞത്. അപ്പം അപ്പം നമ്മുടെ അടുത്താണ് എങ്കിൽ നേരിട്ട് വരാം എന്ന് പറഞ്ഞു. അപ്പൊ സാർ അന്നേരം പറഞ്ഞിരുന്നു ഇന്ന് നമുക്ക് ഷോപ്പൊന്നും ഇല്ല, നമ്മളിങ്ങനെ ഓൾ കേരളയുടെ ഭാഗമായിട്ട് ചെയ്യുന്നതാണെന്ന് സാർ അന്ന് പറഞ്ഞതനുസരിച്ച് ഞാൻ പറഞ്ഞിരുന്നു. പിന്നെ അവര് ബാഗിന്റെ ഫോട്ടോസ് ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ അതിന്റെ നമ്മൾ കുറെ ഫോട്ടോസ് ഇട്ട് കൊടുത്തു. അവര് കണ്ടിട്ടുണ്ട്. പിന്നെ 2 പ്രാവശ്യം ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പം അവര് ഫോൺ എടുത്തില്ല. പിന്നെ സാർ എന്നോട് പറഞ്ഞിരുന്നു പിന്നെ ഇനി അവരെ കോണ്ടാക്ട് ചെയ്യണ്ട എന്ന് പറഞ്ഞിരുന്നു. പിന്നെ പുതിയ കസ്റ്റമറെ നമുക്ക് തന്നിട്ടില്ല സാർ. എന്ത് തോന്നുന്നു പൊതുവെ? നമുക്ക് ആദ്യം വിളിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടും ഒരു പേടി ഉൾഭയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെ പ്ലേ സ്കൂളിന്റെ സാറുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് സംസാരിക്കാനുള്ള ഒരു ഇച്ചിരി ധൈര്യമൊക്കെ വന്നു. നമുക്ക് അവരോട് പറഞ്ഞൊന്ന് ഫലിപ്പിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ ആദ്യം തോന്നിയായിരുന്നു. പിന്നെ അതില്ല, അതൊക്കെ ആയി. പിന്നെ രണ്ടാമത് നമ്മൾ ഫോട്ടോസ് ഒക്കെ ഇട്ട് കൊടുക്കുന്ന കാര്യത്തിൽ 2-3 പ്രാവശ്യം സംസാരിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് നമുക്കൊരു ഉൾഭയം മാറിയതുപോലെ തോന്നി. പിന്നെ കൂടുതൽ എക്സ്പീരിയൻസ് ആയില്ല നമ്മള്. തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ മാഡം. എന്താവാനാ, അതൊന്നും വിഷയമുള്ളതായിരുന്നു. എന്ത് തോന്നുന്നു മാഡത്തിന്? 10-ൽ എത്ര മാർക്ക് കൊടുക്കാം? ഇപ്പൊ അങ്ങനെ നമുക്ക് ചോദിച്ചാൽ നമുക്ക് ഒത്തിരി ഒരു 3 മാർക്കൊക്കെ നമുക്ക് വന്നിട്ടുള്ളൂ എന്ന് തോന്നുന്നു. കാരണം നമ്മൾ ഒത്തിരി അങ്ങനെ അവരോടായിട്ട് സംസാരിച്ചില്ല. ആത്മാർത്ഥമായിട്ട് പറഞ്ഞു, കോൺഫിഡന്റോടുകൂടി എത്ര മാർക്ക് കൊടുക്കും? നമുക്ക് എങ്ങനെയായാലും ഒരു 5 മാർക്ക് കൊടുക്കാമെന്നാണ് തോന്നുന്നത്. കാരണം അത്രയും ഒരു ധൈര്യമൊക്കെ ഓക്കെ. അങ്ങനെ പേടിയൊന്നുമില്ല സാർ, സംസാരിക്കാനും അങ്ങനെയുള്ള പേടിയൊന്നും തോന്നിയില്ല. എന്നാലും നമുക്ക് ആദ്യത്തേക്കാളും കുറെ അറിവുകൾ ഇപ്പോൾ ഗ്രൂപ്പിൽ കുറെ പേര് ഷെയർ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അത് വെച്ചിട്ടൊക്കെ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. സാർ, ഞാൻ ഫെമിയാണ്, തൃശ്ശൂരിൽ നിന്നാണ്. പറഞ്ഞു മാഡം. എനിക്ക് ടോട്ടൽ 3 കസ്റ്റമേഴ്സ് ആയിരുന്നു കിട്ടിയത്. അതിൽ ഫസ്റ്റ് ഒരു ഖാദി ഭവനിലത്തെ ടെക്സ്റ്റൈൽ ബാഗ് ആയിരുന്നു. രണ്ടാമത് വന്നിട്ട് ഒരു നമ്മുടെ ഫോട്ടോ സ്റ്റുഡിയോക്കാരനാണ് വിളിച്ചത്. പക്ഷെ ആളുടെ ഇത് പിന്നീട് കണക്ഷൻ വന്നില്ല. അതായത് ആള് ഡീറ്റെയിൽസ് പറഞ്ഞ് വോയിസ് അയച്ചിട്ടാൽ മതി, ഞാൻ ഇപ്പം ഇത്തിരി ബിസിയാന്ന് പറഞ്ഞു. ഇന്ന കാര്യങ്ങളാണെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു. പക്ഷെ പിന്നീട് ആള് കോണ്ടാക്ട് ചെയ്യുമ്പോഴും പിന്നെ ഡിസ്കണക്ട് ആവുമായിരുന്നു. ഖാദി ഭവന്റെ ആൾക്ക് ഞാൻ നമ്മുടെ ടെക്സ്റ്റൈൽ ബാഗിന്റെ അളവും ആദ്യത്തെ ആയിരുന്നു. അന്ന് നമുക്ക് ഫിഷിംഗ് ടെക്നിക്കിലേക്ക് എത്തിയിട്ടില്ലായിരുന്നു എന്നുണ്ട്. അന്ന് അപ്പോൾ നമ്മൾ ഏകദേശം നമ്മൾ കോട്ട് ചെയ്തിരുന്ന റേറ്റ് 9-10 അങ്ങനെയൊക്കെ ആയിട്ടായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ആളെ കോണ്ടാക്ട് ചെയ്തു. അപ്പൊ ആള് എന്തോ ഹോസ്പിറ്റലിലാണ്, പിന്നെ വിളിക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ വിളിച്ചപ്പോ ഫോൺ എടുത്തില്ല. പിന്നെ ഞാൻ മെസ്സേജ് അയച്ചിട്ടാണ് പിന്നെ ഇങ്ങനെ സംസാരിച്ചപ്പോ പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് പറഞ്ഞു, ശരി നിങ്ങൾ ഇത് അയച്ചിട്, ഞാൻ നോക്കിയിട്ട് പറയാം, ഞാൻ വിളിക്കാന്ന് പറഞ്ഞു. പക്ഷെ ആള് പിന്നെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല. 2-3 പ്രാവശ്യം ഞാൻ ആളെ കോണ്ടാക്ട് ചെയ്യാൻ ട്രൈ ചെയ്തു. പിന്നെ ഒരു ഡിസ്റ്റർബൻസ് ആയി എന്നുള്ളത് അങ്ങനെ ആവരുതല്ലോ എന്ന് വെച്ചിട്ട് പിന്നെ ഞാൻ മെസ്സേജിങ് സ്റ്റോപ്പ് ചെയ്തു. അത് നോക്കണ്ട. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോ ഒരുപാട് ഓപ്ഷനുകൾ ഉണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി ബാഗ് എടുക്കണം എന്നുള്ളത് ആവശ്യമുള്ള ഏക വ്യക്തി നമ്മളാണ്, അവരല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ദിവസത്തിൽ എടുക്കാത്തതിന് ഒരു പ്രാവശ്യം വിളിക്കുന്നതിൽ തെറ്റില്ല. കാരണം അവര് നമ്മളോടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്, നമ്മൾ അവരോടല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ഒരു മടിയും വിചാരിക്കേണ്ട, ധൈര്യമായിട്ട് ഫോളോ അപ്പ് ചെയ്തു. പിന്നെ സെക്കൻഡ് വൺ തീരെ നമുക്ക് ഫോട്ടോ സ്റ്റുഡിയോയുടെ ആള് ഒരു പ്രാവശ്യം തന്നെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ ആള് കോള് ഡിസ്കണക്ട് ചെയ്യായിരുന്നു. അപ്പൊ അതുകൊണ്ട് പിന്നെ ഞാൻ അത് വിഡ്രോ ചെയ്തു. മൂന്നാമത്തെ ഇത് വന്നിട്ട് ഇപ്പൊ സാറ് എറണാകുളത്തെ കേസ് പറഞ്ഞല്ലോ, നമുക്ക് തൃശ്ശൂർ ആയ കാരണം എറണാകുളത്താണ് കൂടുതൽ ഓപ്ഷൻസ് വന്നപ്പോൾ അതിലൊക്കെ പറഞ്ഞപ്പോൾ വന്ന ഒരു ഫൈസൽ എന്ന് പറഞ്ഞിട്ടുള്ള ടെക്സ്റ്റൈൽ ബാഗ് 3 ടൈപ്പ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ആളെ ഞാൻ കോണ്ടാക്ട് ചെയ്തു. ആള് വിളിച്ചു. ആളൊരു പോസിറ്റീവ് മൈൻഡിലാണ് സ്റ്റാർട്ട് ചെയ്തത്, സംസാരിച്ചത്. അപ്പൊ ആള് നേരിട്ട് റേറ്റാ പറയാൻ പറഞ്ഞത്, ഒരു ബാഗിന് എത്ര രൂപ വരും എന്നുള്ള. അപ്പൊ ഞാൻ കോട്ട് ചെയ്തിട്ട് അയച്ചിടാന്ന് പറഞ്ഞു. ഞാൻ അത് കോട്ട് ചെയ്തത് അയച്ചതോ അതിന് ശേഷം അയച്ച റിപ്ലൈസോ ഒന്നും ആള് കണ്ടിട്ടില്ല.
നമുക്ക് ആള് സീൻ എന്നുള്ളത് കാണുന്നില്ല. അപ്പൊ ഞാൻ വീണ്ടും കോണ്ടാക്ട് ചെയ്തു. അപ്പൊ സാർ പറഞ്ഞു ശരി, ഞാൻ ആളുടെ ബോസ് ഇന്നലെയോ ഇന്നാ തോന്നുന്നുണ്ട്, ഇന്ന് ആളായിട്ട് സംസാരിക്കുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് പറയാമെന്ന് പറഞ്ഞ് നിർത്തിയേക്കാണ്. ഇപ്പൊ ഇന്ന് ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ടില്ല. ഇനി നമ്മൾക്ക് അന്ന് ഞാൻ സാറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വൈറ്റ് പേപ്പറിന്റെ ബ്ലാക്ക് പ്രിന്റ് അല്ലേ? അതെ അതെ അത് വരുന്നതിന്. അപ്പൊ ഞാൻ സജഷൻ പോലെ ആ ബാഗിന്റെ നമ്മുടെ കയ്യിലുള്ള 3 ബാഗ് ഞാൻ സാറിന് അയച്ച പോലെ ആ 3 കളറിന്റെ വേരിയേഷൻസും വൈറ്റ് ബാഗിന് റേറ്റ് കൂടുതലാന്നുള്ളതും വീണ്ടും വോയിസ് അയച്ചിട്ടുണ്ട്. മറ്റേത് ആള് കണ്ടിട്ടില്ല, അപ്പൊ ഞാൻ അത് ഡിലീറ്റ് ചെയ്തു. അപ്പൊ പിന്നെ ഇത് അയച്ചിട്ടിട്ടുണ്ട്. പിന്നെ സംസാരിക്കുന്നതിൽ എനിക്ക് ആദ്യം വിളിച്ച ആളെ വിളിച്ചപ്പോ കുറച്ച് നെർവസ് ആയിരുന്നു. ഈ 3ാമത്തെ ആളെ വിളിച്ചപ്പോൾ എനിക്ക് കുറച്ചും കൂടി കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റി. കാരണം റേറ്റിനെ കുറിച്ച് അപ്പൊ ഞാനും കുറച്ചും കൂടെ ഓരോ റേറ്റും കേൾക്കുന്നുണ്ടെങ്കിലും ഞാൻ കൺഫ്യൂസ്ഡ് ആയിരുന്നു കുറെ കാര്യങ്ങൾ. റേറ്റ് ഫിക്സ് ചെയ്യുന്നതിലായാലും അങ്ങനെ കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. ഫൈസൽ സാറിന്റെ കോട്ട് അതിന് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നീട് വീണ്ടും ഓരോന്ന് ചെയ്തു തുടങ്ങിയപ്പോൾ കുറച്ചും കൂടെ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ നിൽക്കുന്നു. പിന്നെ 3ാമത്തെ കസ്റ്റമർ രണ്ടാളും നെഗറ്റീവ് ഇതായത് കൊണ്ട് ശരിക്കും ഒരാളെയാണ് എനിക്ക് ഈ റേറ്റ് ഒക്കെ കോട്ട് ചെയ്ത് പറ്റിയിട്ടുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം 10ൽ എനിക്കൊരു 3 മാർക്ക് 4 മാർക്ക് തന്നെ ഞാനും കൊടുക്കുന്നത്. കാരണം നമുക്ക് അതിൽ ഇമ്പ്രൂവ്മെന്റ് വരാനുണ്ട്. കാൽക്കുലേഷൻ 4 കൊടുക്കാം. 4 കൊടുക്കാം. ശരി ശരി. ഓക്കെ മാഡം, അപ്പൊ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വരാം കേട്ടോ. ഓക്കെ സാർ. ഓക്കെ, ഇനി ബാക്കി ഒരാളും കൂടി ഉണ്ട്. സാർ, ഞാൻ സൗമ്യാണ് കണ്ണൂരിന്ന്. പറഞ്ഞോ മാഡം. എനിക്ക് 2 പേരെയാണ് കിട്ടിയത്. ഒരാള് ഹോട്ടലില് ആവശ്യത്തിനാണ് ബാഗ് വേണ്ടതെന്ന് പറഞ്ഞ്, അപ്പൊ ബാഗിന്റെ ഫോട്ടോ അയച്ചു തരാൻ പറഞ്ഞിട്ട് ഞാൻ അതൊക്കെ അയച്ചു കൊടുത്ത്, പ്രിന്റ് വേണോന്ന് പറഞ്ഞിട്ട്. പിന്നെ ഒന്നും റിപ്ലൈ ഒന്നും തന്നില്ല. പിന്നെ 2 ദിവസം വിളിച്ചപ്പോ ഫോൺ എടുത്തില്ല. പിന്നെ സാറിനോട് ചോദിച്ചാൽ സാറ് പറഞ്ഞു വിളിക്കണ്ടെന്ന് പറഞ്ഞോണ്ട് പിന്നെ ഞാൻ തിരിച്ചു വിളിച്ചില്ല. പിന്നെ 2ാമത്തെ ആള് ഒരു ഫാൻസി ഷോപ്പിലേനു. അപ്പൊ അയാള് പ്രിന്റഡ് ബാഗ് വേണോന്ന് പറഞ്ഞ് അതിന്റെ റേറ്റ് പറഞ്ഞപ്പോ വേണ്ടാന്ന് പറഞ്ഞിട്ട് അപ്പാടെ വെച്ച്. എനിക്ക് പിന്നെ അധികം സംസാരിക്കേണ്ടി വന്നിട്ടില്ല ആരോടും. ഓക്കെ, പിന്നെ മാഡത്തിന്റെ അടുത്ത് ഒരു കാര്യം കൂടി പറയാനുണ്ട്. അന്ന് അയച്ച ബാഗുകളൂടെ എത്തിയിട്ടുണ്ടോ 250 എണ്ണം? അത് ഇന്നലെയാണോ മിനിഞ്ഞാന്നാണോ അതൊരു കളക്ട് ചെയ്തത് കേട്ടോ? ചെക്ക് ചെയ്തിട്ടില്ല. ചെക്ക് ചെയ്തിട്ട് നാളത്തേക്ക് അപ്ഡേറ്റ് ചെയ്യും കേട്ടോ. ഫസ്റ്റ് ഓർഡറിന്റെ ഹോൾസെയിൽ ഷോപ്പിലേക്കുള്ളതാ. നാളെ കയറി പോകും. പാക്കിംഗ് ഒക്കെ സൂപ്പർ ആയിരുന്നു. ഇതെങ്ങനെ പാക്ക് ചെയ്തത്? അത് ഹസ്ബൻഡിന്റെ കഴിവ്. അത് ജീവിതത്തിൽ ആരും ഇങ്ങനെ പാക്ക് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അത് ആദ്യമായിട്ട് ചെയ്തതാണ്. അത് ഹാൻഡിലൊക്കെ പെർഫെക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു സാർ. എനിവേ, ബാഗ് കുഴപ്പമൊന്നുമില്ല, മടക്കി. അപ്പോ മാഡം എന്ത് പറയുന്നു 10ല്? അയ്യോ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എനിക്കൊന്നും ഇപ്പൊ തന്നെ എനിക്ക് ടെൻഷൻ. സാറിനോട് പറയുന്നത് എനിക്ക് ടെൻഷനാണ്. അവിടെ നിൽക്കട്ടെ, അപ്പൊ നമുക്കത് ബാക്കി നോക്കാം. എന്തായാലും ഇന്നത്തെ 1 മണിക്കൂർ എന്തായാലും പരസ്പരം എക്സ്പീരിയൻസ് എല്ലാം ഷെയർ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മളൊരു ഫാർമസിയുടെ ഒരു കൊട്ടേഷൻ എല്ലാവരെയും കൊണ്ട് എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചുപേരെ കൊട്ടേഷൻ നമുക്ക് തന്നിരുന്നു. അപ്പൊ അതില് എന്നെ പോലെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം ഉണ്ടായിരുന്നു. നമ്മള് 32ാമത്തെ ബാച്ചില് ഒരു സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു നമുക്ക്. ഈ നിമിഷം വരെ ഒരു വർക്ക് ഓർഡറിൽ എടുത്തിട്ടില്ല. ഏത് കസ്റ്റമറിനോട് സംസാരിക്കുമ്പോഴും ഭയങ്കര പേടിയായിരുന്നു. ആ പുള്ളിക്കാരത്തേക്ക് 1000 ബാഗ് സാമ്പിൾ അടിക്കാനുള്ള ഓർഡർ ഫാർമസിന്ന് പാസ്സായി. നമുക്ക് കിട്ടിയില്ല എന്ന് വിചാരിച്ച് വിഷമിക്കൊന്നും വേണ്ട. പക്ഷെ അത് ഈ നിമിഷം വരെ എനിക്ക് തോന്നുന്നു ഒക്ടോബർ തുടങ്ങി നമ്മൾ ഇത്തരത്തിലുള്ള പരിശീലനങ്ങൾ ചെയ്തു വരികയാണ്. ആ ബാച്ചിൽ ആ മേഡം ഉണ്ടായിരുന്നു. പക്ഷെ യാദൃശ്യമായിട്ട് ഈ കഴിഞ്ഞ ദിവസം കൊടുത്ത സമയത്താണ് അവർക്ക് ആ ഒരു ഓർഡറിന്റെ സാമ്പിള് അടിച്ചു കിട്ടാനുണ്ട്. 1000 പീസിന്റെ സാമ്പിൾ ഫസ്റ്റ് ഓർഡർ ആയിട്ട് അവർക്ക് കിട്ടി. ബാഗിന്റെ റേറ്റ് വന്നിട്ടുള്ളത് 12 രൂപ 50 പൈസക്കാണ് പ്രിന്റോട് കൂടി ബാഗിന്റെ റേറ്റ് വന്നിട്ടുള്ളത്. മൾട്ടി കളർ അല്ല, സിംഗിൾ കളർ പ്രിന്റ്. അങ്ങനെ ഒരു കോട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഡേ ബൈ ഡേ ആയിട്ടുള്ള ഇമ്പ്രൂവ്മെന്റ് ആണ് സത്യത്തില് നമ്മളുടെ പരിശീലനത്തിന്റെ വിഷയം എന്നുള്ളത്.
ഇതിൽ നിങ്ങൾ എല്ലാവരും 10-ൽ 8 മുതൽ 10-5, 10-ൽ 3 എന്നെല്ലാ മാർക്കുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ നിങ്ങൾക്ക് തരുന്ന മാർക്ക് 10-ൽ 10 തന്നെയാണ്. കാരണം വേറൊന്നുമല്ല, ഒന്നും അറിയാതെ പേപ്പർ ബാഗ് നിർമ്മാണ പരിശീലനത്തിലേക്ക് വരുന്നു. ചില ആളുകളൊക്കെ പല സ്ഥലങ്ങളിലും ചിലപ്പോൾ ഒരുപക്ഷെ ചെയ്തവരുണ്ടാവാം. എന്നിരുന്നാൽ പോലും നിങ്ങൾ ആദ്യമായിട്ട് ഒരു കസ്റ്റമറെ വിളിച്ച് ഇത്തരത്തിലൊരു അറ്റംപ്റ്റ് നടത്തുമ്പോൾ ഒരു അപരിചിതനായ ഒരാളെയാണ് നിങ്ങൾ വിളിക്കുന്നത്. അങ്ങനെ നടത്തി നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് റെസ്പോൺസ് കസ്റ്റമറിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ ഞാൻ 100% നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു ഓരോരുത്തരെയും. കാരണം അത് നിങ്ങളുടെ വിജയമാണ്, നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള മാറ്റത്തിന്റെ ഒരു വിജയമാണ്. ഇതാണ് നമ്മുടെ പരിശീലനത്തിലൂടെ നമ്മൾ നിങ്ങളിലേക്ക് പകർന്നു തരാനായിട്ട് ആഗ്രഹിച്ച കാര്യങ്ങൾ. ഇതുകൊണ്ട് 10-ൽ 0 പറഞ്ഞ ആളാണെങ്കിൽ പോലും നമുക്ക് നമ്മൾ 10-ൽ 10 മാർക്ക് തന്നെയാണ് കൊടുക്കുന്നത്. കാരണം നിങ്ങൾ വിളിച്ചു, ആ വിളിക്കാൻ കാണിച്ച നിങ്ങളുടെ ആ ഒരു മനോഭാവത്തെയാണ് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. പിന്നെ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോ കിട്ടിയിട്ടുള്ള ആളുകൾ, അതായത് ഒരു പോസിറ്റീവ് റെസ്പോൺസും കിട്ടാത്ത ആളുകൾ, ഫോൺ വിളിച്ചിട്ട് എടുക്കാത്ത ആളുകൾ, മൊത്തം കസ്റ്റമർ കാരണം നമ്മൾ ടെൻഷൻ ആയി പോയിട്ടുണ്ടെങ്കിൽ അവരാണ് ഇതിൽ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ഡെവലപ്പ് ആവാൻ സാധ്യതയുള്ള ആളുകൾ. ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ മനസ്സിൽ ഓർത്തിരിക്കുക. പിന്നെ ഇതില് നമ്മുടെ സൗണ്ട് ഇല്ല. ഹലോ, കേൾക്കുന്നില്ലേ? ഹലോ, ഓക്കെ, സൗണ്ട് ഇല്ലാന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചതാ. അപ്പൊ നമുക്ക് ഇപ്പൊ കഴിഞ്ഞ ആഴ്ച നിങ്ങളുടെ അടുത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ തിരക്ക് കൂട്ടിയത് കൊണ്ടാണ് നമ്മൾ വീണ്ടും വർക്ക് ഓർഡറുകളിലേക്ക് കൈയോടെ തന്നെ വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ല ഇപ്പോഴും യഥാർത്ഥ വർക്ക് ഓർഡറുകളിൽ നിന്ന് വീണ്ടും ഞാൻ നിങ്ങളുടെ അടുത്ത് എടുത്ത് പറയുകയാണ്. ഇപ്പൊ ഇതെല്ലാം പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിങ്ങളെ കൊണ്ട് നിങ്ങളുടെ പേടി മാറ്റണം. ഒരു കസ്റ്റമറെ ഫസ്റ്റ് നമ്മുടെ കൈകളിലോട്ട് വരുമ്പോൾ പേടിയോടുകൂടി നമ്മൾ അവരെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും നിങ്ങൾ ഒന്നിനെ തളർന്നു പോകും, അല്ലെങ്കിൽ ഒഴിഞ്ഞു മാറി നടക്കേണ്ട ഒരു സ്റ്റേജ് വരും. അത് പോകാതെ നിങ്ങൾ മുന്നോട്ട് വന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ നിന്ന് മുന്നോട്ടേക്ക് നിങ്ങൾ ശരിക്കും ഇമ്പ്രൂവ് ചെയ്യണം. ഇപ്പൊ കസ്റ്റമർ വന്നതോ പോയതോ അതൊന്നും നിങ്ങൾ നോക്കേണ്ടതില്ല. കാരണം പല ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ മാർക്കറ്റിങ്ങിന്റെ ഒരു റേഷ്യോ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 10 കസ്റ്റമറെ നമ്മുടെ കയ്യിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ, ബാഗ് എടുക്കാമെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ 2 കസ്റ്റമർ മാത്രമേ അതിൽ പോസിറ്റീവായിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്ത് പോവുള്ളൂ. അതായത് പോസിറ്റീവായിട്ട് നമുക്കൊന്ന് വിളിച്ച് ഫോളോ അപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പിൽ പോകുന്നത് ഒരു 2 കസ്റ്റമർ ആയിരിക്കും. ഈ 2 കസ്റ്റമർ ഒരു 10 കസ്റ്റമർ ആവുമ്പോഴാണ് നമുക്കൊരു വർക്ക് ഓർഡറിൽ കിട്ടുക. ഇത് മാർക്കറ്റിംഗ് തിയറി പറയുന്ന കാര്യങ്ങളാണ്. ഇത് ഓരോ വ്യക്തിക്ക് അനുസരിച്ചും സിറ്റുവേഷൻ അനുസരിച്ചും ഡിമാൻഡ് അനുസരിച്ചും വ്യത്യാസം ഉണ്ടാവും. പക്ഷെ അതുകൊണ്ടും ഒന്നും തന്നെ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. പക്ഷെ ഇവിടെ പല ആളുകൾക്കും ഇപ്പോ കസ്റ്റമർ വിളിച്ചിട്ട് അവർ കൃത്യമായിട്ട് ഇപ്പൊ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്ത സിറ്റുവേഷൻ, അതൊക്കെ നമ്മുടെ ഈ ഒരു ബിസിനസിന്റെ ഭാഗമായിട്ട് നടന്നു പോകുന്ന കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിഷിംഗ് ടെക്നിക്ക് കൃത്യമായിട്ട് അപ്ലൈ ചെയ്ത ആളുകളുണ്ടോ അവർക്ക് അതിന്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. പല ആളുകളുടെയും പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇനിയിപ്പോ നാളെ മുതൽ നിങ്ങൾക്ക് റെഗുലറൈസ് ചെയ്തിട്ടുള്ള എൻക്വയറീസ് നമ്മൾ പാസ് ചെയ്യും. ഈ എൻക്വയറീസ് നിങ്ങൾ വിളിക്കുമ്പോൾ, കസ്റ്റമറെ വിളിക്കുന്ന സമയത്ത് അത് കൃത്യമായിട്ട് നിങ്ങൾ ഫോണിൽ നിന്ന് റെക്കോർഡ് ചെയ്യണം. റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ തെറ്റുകൾ എന്താണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പരിശോധിക്കാൻ പറ്റും. ഇപ്പൊ കഴിഞ്ഞ ദിവസം സ്മിത എന്ന് പറഞ്ഞ മേഡമാണ് നമുക്ക് അതില് വോയിസ് റെക്കോർഡ് ചെയ്ത് നമുക്ക് നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഉണ്ട് അയച്ചിട്ടുള്ളത്. അപ്പൊ അതില് നിങ്ങൾ തന്നെ കേട്ടാൽ മനസ്സിലാവും ആ മേഡം ആവർത്തിച്ചിട്ടുള്ള മിസ്റ്റേക്കുകൾ. അപ്പോൾ എനിക്കത് കൃത്യമായിട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിച്ചു. അതല്ല എങ്കിൽ, കാരണം അവര് ഇപ്പൊ കസ്റ്റമറോട് ആ മേഡം പറഞ്ഞൊരു മിസ്റ്റേക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിന്റിങ്ങിനെ കുറിച്ചുള്ള ഒരു മിസ്റ്റേക്ക് ആയിരുന്നു. അതായത് പ്രിന്റിങ്ങിന് നമ്മൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് മിനിമം ക്വാണ്ടിറ്റി 500 ബാഗ് നിർബന്ധമായിട്ടും പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ മേഡം സംസാരിച്ച് വന്ന സമയത്ത് ഇപ്പോ കസ്റ്റമറുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റി ആയിപ്പോയി. ഇപ്പൊ നാളെ കസ്റ്റമർ 100 ബാഗ് പറഞ്ഞാൽ സ്മിത മേഡം അവർക്ക് 100 ബാഗ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇല്ല, മാറ്റി പറയാൻ പറ്റില്ല. കസ്റ്റമറിന്റെ ആ ഒരു വിശ്വാസ്യത നഷ്ടപ്പെടും. അപ്പൊ അത് ആ മേഡത്തിന് നമുക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ പറ്റിയത് ആ മേഡം ആ വോയിസ് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് നമുക്ക് അയച്ചത് കൊണ്ടാണ് ക്ലിയർ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിച്ചത്. അതേപോലെ നിങ്ങൾ ഓരോരുത്തരും സംസാരിക്കുന്നതിൽ മിസ്റ്റേക്കുകൾ ഉണ്ടാവും. കാരണം നിങ്ങൾ ഈ ഒരു സംരംഭത്തിൽ പുതിയ ആളുകളാണ്. അപ്പൊ അത് ഓരോ കസ്റ്റമറോട് സംസാരിക്കുന്ന രീതികളും
കാര്യങ്ങളും കൃത്യമായിട്ട് നമുക്കൊന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് അടുത്ത ആഴ്ച തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും വർക്ക് ഓർഡറിലേക്ക് പോകുന്ന രീതിയിലേക്ക് എനിക്ക് നിങ്ങളെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇത് വെറുതെ പറയുന്നതല്ല, നമ്മൾ തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ അല്പമെങ്കിലും ഇപ്പൊ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ലെവൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളൊരു വിശ്വാസം വന്നിട്ടുണ്ടാവും. ഇത് നിങ്ങൾക്ക് ഒന്ന് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത്. ആ ഒരു ഇതിന്റെ പുറത്താണ് ഞാൻ എടുത്ത് പറയുന്നത്. ഇപ്പോ നമ്മളുടെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ ശരിക്കും പറഞ്ഞ കുട്ടികളാണ്. കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനിച്ചു വീണിട്ടുള്ള കുട്ടികൾ. അപ്പൊ അവർ നടക്കാൻ പഠിക്കുന്ന സ്റ്റേജ് ആണ് ഒരു ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഒരു സ്റ്റേജ്. നിങ്ങൾ എല്ലാവരും പുതിയൊരു സംരംഭം തുടങ്ങിയിട്ടുള്ളൂ. ഈ സംരംഭത്തില് നിങ്ങൾക്ക് ഓരോ കാൽവെപ്പ് വെക്കുന്തോറും, എഴുന്നേറ്റ് നടക്കാൻ ശ്രമിക്കുന്തോറും നിങ്ങൾ വീഴും. ആ സമയത്ത് നിങ്ങളെ പിടിച്ചെഴുന്നേൽപ്പിക്കാനാണ് നമ്മൾ ചെയ്യുന്നുണ്ടാവുക ഓരോ രീതിയിൽ. അതൊരു കസ്റ്റമർ ടു കസ്റ്റമർ അത് മാറിക്കൊണ്ടിരിക്കും. അത് കൃത്യമായിട്ട് നിങ്ങളത് മനസ്സിലാക്കി നിങ്ങൾ പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ ഉറപ്പ് അടുത്ത ആഴ്ച, ഈ ആഴ്ചയില് നമുക്ക് 2 പേരുടെയാണ് നമ്മുടെ ഈ ഗ്രൂപ്പിൽ വർക്ക് ഓർഡറുകൾ കിട്ടിയിട്ടുള്ളതെങ്കിൽ അടുത്ത ആഴ്ച നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒരു 2 or 3 ഇരട്ടിയായിട്ട് അത് മാറിയിട്ടുണ്ടാവും.